SSLC +2 പരീക്ഷ ഇപ്പൊ അടുത്തിരിക്കുകയാണ്. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ ടെൻഷനുള്ള ഒരു സമയമാണ് വന്നിരിക്കുന്നത്. മരിയയുടെ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? നമുക്കിപ്പം വിദ്യാർത്ഥികളെ വെച്ച് നോക്കുകയാണെങ്കിൽ പരീക്ഷാ കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ അവരെ സംബന്ധിച്ച് ഏറെ ടെൻഷനും പ്രഷറും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. നമ്മളോട് പണ്ട് തൊട്ടേ ഇപ്പം എൻ്റെ വീട്ടിലടക്കം പറഞ്ഞിരുന്നത് SSLC 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് പറയുന്നത് വളരെയധികം നിർണായകമാണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റും. അതായത് +1 +2 അഡ്മിഷൻ ഡിഗ്രിക്കൊക്കെ പോകണമെങ്കിൽ സർട്ടിഫിക്കറ്റ്, അതായത് 10ലെ സർട്ടിഫിക്കറ്റ് നല്ല മാർക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമ്മുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ള എന്നാണ് വീട്ടിൽ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെതായ ഒരുപാട് പ്രഷറും നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. ഫുള്ള് പോർഷൻസ് എല്ലാം പഠിച്ച് കവർ ചെയ്യാൻ പറ്റുമോ, ഇനി പഠിച്ചൊക്കെ മറന്നു പോകുക, പഠിച്ചെല്ലാം നന്നായിട്ട് ഓർത്തെടുത്ത് എഴുതാൻ പറ്റുമോ, അങ്ങനെ പല വിധത്തിലുള്ള ടെൻഷൻ. അപ്പൊ എന്നെ സംബന്ധിച്ച് പരീക്ഷ എന്ന് പറയുന്നത് തന്നെ എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ സൂര്യയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്കും ഇതുപോലെ തന്നെ നമ്മുടെ ചുറ്റും നിന്നായാലും വീട്ടിൽ നിന്നായാലും പിന്നെ നമ്മുടെ നാട്ടുകാരായാലും എന്താണ് അധ്യാപകരായാലും എല്ലായിടത്തും ഇപ്പൊ പരീക്ഷയുടെ ഒരു സമയമായി കഴിഞ്ഞാൽ പഠിക്കുന്നില്ലേ, എന്തൊക്കെയാണ്, എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളൊരു ടെൻഷൻ ആയിട്ടുള്ള ഒരു വലിയൊരു പ്രഷറിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. എല്ലാം പിന്നെ നമുക്ക് അടുത്ത ടെൻഷനാവും. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോരോ ടെൻഷന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകും. അത് കൂടാതെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറച്ചു നേരം ഒന്നും അല്ലെങ്കിൽ TV കാണാനോ എന്തെങ്കിലും പരിപാടിക്കൊന്ന് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിന് പോകുമ്പോ അപ്പൊ നമ്മുടെ വീട്ടുകാർ തുടങ്ങും, നീ പഠിക്കുന്നില്ലേ ഇങ്ങനെ ഇരുന്നോ, അങ്ങനെയൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്ക് പിന്നെയും ടെൻഷൻ കൂടും. വീട്ടുകാരാണ് നമുക്ക് പ്രഷർ തരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ഈ പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ ടൈമിൽ കുട്ടികളെ കൂടുതലും ടെൻഷൻ അവർക്ക് പ്രഷർ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കൂളായിട്ടിരിക്കേണ്ട ഒരു ടൈമാണ്. കാരണം മെന്റലി അവർ വളരെയധികം ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർക്ക് പരീക്ഷയിൽ നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് നല്ല രീതിയിൽ, അതായത് ഇപ്പൊ ടെൻഷനും പ്രഷറും ഒക്കെ എടുത്തിട്ട് നമ്മളിപ്പോ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും തലയ്ക്കകത്ത് കയറത്തില്ല. ഇപ്പൊ എന്റെ ഈ കാര്യം പറയുകയാണെങ്കിൽ തന്നെ വീട്ടുകാരിങ്ങനെ പറയുമ്പോഴായാലും അവർക്ക് വേണ്ടിയിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് വായിച്ചു വിടത്തേ ഉള്ളൂ, നമുക്കൊന്നും മനസ്സിലാവത്തില്ല. പകരം ഞാൻ സമയം എടുത്ത് രാത്രിയിലൊക്കെ ആയിരുന്നു പഠിക്കാറുള്ളത്. ഇവർ പറയുന്ന സമയങ്ങളിലല്ല പഠിക്കുന്നത്, രാത്രിയിൽ പോയിരുന്ന് പഠിക്കുമ്പോൾ എനിക്കാണെങ്കിൽ എല്ലാം മനസ്സിലാവും. കുറച്ച് സമയം ഇരുന്നാലും മതി, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. എനിക്കും അത് തന്നെയാണ്. കാരണം പകല് പഠിച്ച എനിക്ക് അത്ര, അതിപ്പോ ഓരോ കുട്ടികൾക്ക് ഓരോ രീതിയാണ്. ഇപ്പൊ ചിലർക്ക് രാത്രി പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, പകല് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് രാത്രി പഠിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. കാരണം എങ്കിൽ മാത്രമേ അത് ഓരോരുത്തരുടെ രീതി അതാണ്. ഇപ്പം അപ്പൊ പകലൊക്കെ നമ്മൾ TVയും കണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും വീട്ടുകാർ ഓർക്കും ഇതന്നെ പഠിക്കുന്നില്ലേ, എന്നിട്ട് വീട്ടുകാർ വഴക്കാണ്, പഠിക്കുന്നില്ലേ, അവരൊക്കെ നല്ല രീതിയിൽ പഠിക്കും, ഇതാണ് നമ്മളെ ഫ്രണ്ട്സിനായിട്ടൊക്കെ കമ്പയർ ചെയ്യും. അപ്പൊ അടുത്തുള്ള അയൽവക്കത്തെ പിള്ളേരുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെയൊക്കെ ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഇപ്പോഴും. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ ഈ കുട്ടികളൊക്കെ നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആണ്. കാരണം അവർക്കറിയാം എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ നല്ല മാർക്ക് മേടിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ കുട്ടികൾക്ക് കൂടുതലും അറിയാം. അപ്പം പേരൻസ് ഈ കൂടുതൽ അവരെ പ്രഷർ ചെയ്യേണ്ട കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം അല്ലേ? തീർച്ചയായിട്ടും. കാരണം കുട്ടികൾക്ക് അവർക്കറിയാം എല്ലാത്തിനെ കുറിച്ചിട്ടും. ഇപ്പൊ യൂട്യൂബ് വീഡിയോസ് ആയാലും കൂടുതൽ അഡ്വാൻസ്ഡ് ആണ് അവര്. നമ്മുടെ ഒരു കാലഘട്ടം അനുസരിച്ചിട്ടല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികളെല്ലാരും. ഇപ്പൊ അവരെല്ലാം ക്വസ്റ്റ്യൻസ് എല്ലാം മുന്നേ ഒന്ന് നോക്കിയിട്ട്, അതായത് പണ്ടത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കി അങ്ങനെ വളരെ പ്രിപ്പയർഡ് ആയിട്ടുള്ള കുട്ടികളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു സമയത്ത് നമ്മൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇപ്പൊ ഈ ഹിസ്റ്ററി ക്ലാസ് ഒക്കെ നമുക്ക് പുസ്തകത്തിൽ വെറുതെ വായിച്ചു വിടുകയല്ലേ ചെയ്യുന്നത്, അതൊക്കെ നമുക്കൊരു വീഡിയോ പോലെ കാണിച്ചു തന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയാണ്. യൂട്യൂബിലെ ഓരോ സബ്ജക്റ്റിനും ഓരോ ചാപ്റ്ററിനും ഇങ്ങനെ ഓരോ വീഡിയോസ് ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ വായിക്കുന്നതിനെക്കാട്ടും കൂടുതൽ സ്ട്രൈക്കിംഗ് ആവുക നമ്മൾ വീഡിയോ കാണുമ്പോഴായിരിക്കും. അതെ, അപ്പോ അങ്ങനെ പെട്ടെന്ന് കിട്ടാനുള്ള ഒരു മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് കൂടുതൽ ടൈം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ഇപ്പോഴത്തെ ടെക്നോളജി ആണ്. നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും, ഇപ്പൊ നമ്മളിപ്പോ പുസ്തകം നോക്കി വെറുതെ എപ്പോഴും ഫുൾ ടൈം പുസ്തക പുഴു എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇരിക്കാതെ നമുക്ക് കൂടുതലും നമ്മുടെ പഠന രീതി കൂടുതലും എൻജോയ് ചെയ്യുന്ന രീതിയിലോട്ടാക്കാം. ഇപ്പൊ വിഷ്വൽസ്, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വിഷ്വൽസ് കണ്ടാൽ നമ്മുടെ മനസ്സിൽ കൂടുതൽ സ്ട്രൈക്ക് ചെയ്യും, അത് നമ്മുടെ ബ്രെയിനിൽ നിൽക്കും. അപ്പൊ അങ്ങനെ നമ്മൾ വിഷ്വൽസ് കാണുവാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ, അപ്പം ഇപ്പൊ നമ്മൾ ഫോൺ ഇപ്പൊ ഉപയോഗിക്കുമ്പോൾ പേരൻസ് ഒക്കെ പറയും 24 മണിക്കൂർ ഫോണിലാണല്ലോ അങ്ങനെ പറയാം. പക്ഷെ അത് ഒരുപക്ഷെ കുട്ടികൾ പഠിക്കുന്നതായിരിക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ കൂടുതലും അവരെ ഫോഴ്സ് ചെയ്യിപ്പിച്ച്
ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാതിരിക്കുക. അതാണ് ആദ്യം പേരൻസ് ചെയ്യേണ്ട കാര്യം. എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. കാരണം അവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കണം. പക്ഷെ പ്രഷർ കൊടുക്കാതിരിക്കുക. പഠിക്കുക 24 മണിക്കൂറും പഠിക്കുന്നവർ ഇപ്പൊ സ്റ്റഡി ലീവ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഈ സ്റ്റഡി ലീവിന്റെ സമയത്ത് നമ്മൾ വെറുതെ കളിക്കാൻ പോവുക, ഫോൺ നോക്കിയിരിക്കുക, TV കാണാന്നൊക്കെ പറയുമ്പോൾ തന്നെ പേരൻസിന് ഭയങ്കര ദേഷ്യമായിരിക്കും. കാരണം അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ലീവിന്റെ സമയത്ത് ഫുള്ള് പഠിക്കുക, അതിന്റെ ഫുള്ള് പരീക്ഷ കഴിഞ്ഞിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തു, അങ്ങനെയായിരിക്കും പേരൻസ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല കാരണം നമ്മൾ ഈ പരീക്ഷ ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം, അതുപോലെ വെള്ളം കുടിക്കണം, അതുപോലെ കളിക്കണം. അങ്ങനെ എല്ലാം നമ്മൾ കൂളായിട്ട്, എപ്പോഴത്തെക്കാളും കൂടുതൽ കൂളായിട്ട് നമ്മൾ എപ്പോഴും നിന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പരീക്ഷയിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് നല്ലൊരു വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതെ, നമ്മുടെ മെന്റൽ ഹെൽത്തും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ഒരുപോലെ തന്നെ നോക്കേണ്ട ഒരു സമയമാണ്. ഈ സ്റ്റഡി ലീവ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളൊരു ടൈം മാത്രമല്ല, അതിന്റെ കൂടെ അതർ ആക്ടിവിറ്റീസും അതുപോലെ കൈകാര്യം ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് കയറുകയുള്ളൂ. അല്ലാതെ വെറുതെ വരുന്ന പഠിക്കുന്ന പറഞ്ഞാൽ ആ ഒരു പ്രഷറിൽ പോയിരുന്നു പഠിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടണമെന്നില്ല. കുട്ടികളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ഇത് തന്നെയായിരിക്കും. കാരണം ഇങ്ങനെ പഠിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് മെന്റലി ഭയങ്കര ഡൗൺ ആകും നമ്മള്. കാരണം ഇപ്പൊ നമുക്കാണെങ്കിലും അറിയാം ഏത് രീതിയിൽ പഠിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാമായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താണെങ്കിലും അതും അറിയാം. കാരണം അതുപോലെ ടിപ്സ് ഒക്കെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് ആണ്, പഠിക്കാനുള്ള ടൈം ടേബിൾ അടക്കം. ഇപ്പൊ ഒരുപാട് വീഡിയോസും മോട്ടിവേഷൻ ക്ലാസ്സസും ഒക്കെ വരുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് അറിയാം എങ്ങനെ പഠിക്കണം. അപ്പൊ ഈ പേരൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പഠിക്കുക പറഞ്ഞ് പ്രഷർ ചെയ്യിപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു ചെറിയൊരു ചാറ്റിലായാലും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിടും. അപ്പൊ കിട്ടുന്ന കുറച്ച് ഇൻഫർമേഷൻ ആയാലും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അതൊക്കെ നമുക്ക് എക്സാമിന്റെ സമയത്ത് നമുക്ക് ക്ലിക്ക് ആവും. ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് നമ്മൾ അപ്പൊ പറഞ്ഞല്ലേ എന്ന്. കാരണം ഇങ്ങനെ ആ ഒരു കോൺവെർസേഷൻ വന്നാൽ മാത്രമേ നമ്മൾ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തുള്ളൂ. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു കമ്പൈൻ സ്റ്റഡി നമുക്ക് തരുന്ന ഒരു അവസരം. കാരണം ഗ്രൂപ്പായിട്ട് ഇരുന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് കാര്യങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഒരുപാടാണ്. കാരണം ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ബാക്കിയുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ പോസിബിലിറ്റീസ് എങ്ങനെയാണ്, അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, പല തലത്തിലേക്ക് ആ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുകയും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറുകയും ചെയ്യുന്ന കാര്യമാണ്. നമ്മളിപ്പോ ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പഠിച്ചൊരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത്രയും അത് നിൽക്കും. അതെ, അപ്പൊ അതായിരിക്കും കമ്പയർ സ്റ്റഡി ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഈ സ്റ്റഡി ടൈമിലൊക്കെ. ഇപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പായിരിക്കും നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ആ ഒരു ടോപ്പിക് എന്താന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ട് എക്സാമിന് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല്. അതെ, പലപ്പോഴും നമുക്കത് ഉണ്ടാവാറുണ്ട്. അപ്പൊ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും പഠിച്ചിട്ട് അപ്പോഴും കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻ ആണ് കൂടുതലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുക. അങ്ങനെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇതൊന്നും നമ്മൾ മിസ്സാക്കാൻ പാടില്ല. നമ്മൾ കൂടുതലും ഒറ്റയ്ക്ക് ചിലർക്ക് ഒറ്റയ്ക്ക് സ്റ്റഡി ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അപ്പൊ നമുക്ക് ഇപ്പൊ കുട്ടികൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ രീതിക്ക് അവരെ സ്റ്റഡി ചെയ്യും, ആ രീതിക്ക് അവരെ പ്രിപ്പയർ ചെയ്യാൻ വിടുക. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വേയിലൂടെ ആയിരിക്കണം സ്റ്റഡി എന്ന് പറയുന്നത്. അതിന് കൂടെ തന്നെ നമ്മൾ ഫുഡ് ആയാലും വ്യായാമം ആയാലും എക്സസൈസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. ഫിസിക്കലി മെന്റലി നമ്മള് ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഈ പരീക്ഷാ കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കണം. നല്ല ഉറക്കം വേണം. ഈ ഉറക്കം കളഞ്ഞിട്ടുള്ള പഠനം ഒന്നും ശരീരത്തിന് നല്ലൊരു കാര്യമേ അല്ല. നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് ഓർമ്മ വരികയുള്ളൂ. ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കാൻ നേരത്തെ അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക, എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞു പോയത്. ചെറിയ 2 പേജ് നോക്കിയിട്ടുള്ളെങ്കിലും ആ 2 പേജ് ഒന്ന് റിവൈസ് ചെയ്ത് ഏറ്റവും കൂടുതലുണ്ടല്ലോ ഓർമ്മയിൽ നിൽക്കും. ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് ഇല്ലേ, അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം നമുക്കിപ്പോ സ്റ്റഡി ടൈം ഇപ്പൊ എക്സാമിന് പോകുന്നതിന് മുമ്പ് രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കി ആ പോയിന്റ് നമ്മൾ പെട്ടെന്ന് ബ്രെയിനിനകത്ത് സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പൊ നമ്മൾ വായിക്കുന്നതിന് എഴുതുമ്പോൾ നമുക്കത് കൂടുതൽ നമ്മുടെ ബ്രെയിനിൽ നിൽക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം അത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിടുന്നത്, ഏതെങ്കിലും 1-2 പോയിന്റ് ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ആ പോയിന്റ് വെച്ചിട്ട് നമുക്ക് അതിനെ ഇലാബറേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമിന് കയറുമ്പോൾ അതൊക്കെ മാത്രം നോക്കിയാൽ മതി. നമ്മളിപ്പോ എക്സാമിന് കയറുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓൾറെഡി നമുക്ക് നല്ല ടെൻഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സും പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ആ പോയിന്റ് നമുക്ക് കിട്ടുവാണെങ്കിൽ
ചിലപ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ അത് നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് കയറുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു പോർഷൻ ഫുൾ ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കാതെ, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നിൽക്കരുത്. അതങ്ങ് പോട്ടെ. പഠിച്ച എന്തിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഡിസ്കസ് ചെയ്യുക. പഠിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ആകെ കൺഫ്യൂഷൻ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഈ എക്സാം കഴിഞ്ഞിട്ട് നമ്മള് ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യല്ലോ ഈ ആൻസേഴ്സും. അപ്പൊ അതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ എക്സാമും കഴിഞ്ഞിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നതായിരിക്കും. കാരണം നമ്മൾ ഇപ്പൊ ഇന്നിപ്പോ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ അയ്യോ അത് തെറ്റിപ്പോയല്ലോ, ആ ഒരു ടെൻഷൻ ആയിരിക്കും നമുക്ക്. അപ്പൊ അതിനേക്കാളും നല്ലത് നമ്മളെ എല്ലാ എക്സാമും കഴിഞ്ഞിട്ട് അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കൂളായിട്ടിരിക്കും. കാരണം ബാക്കി എക്സാമിന് അത് എഫക്ട് ചെയ്യാതിരിക്കും. അത് കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, പലരും ചെയ്യുന്നൊരു കാര്യമാണ്. എക്സാം എഴുതി വന്ന ഉടനെ നിനക്ക് ആ ആൻസർ ആണോ കിട്ടിയത്, നമുക്ക് അറിയാനുള്ള ഒരു ത്വരയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. മാർക്ക് വരുമ്പോ അറിയാൻ പറ്റുമല്ലോ. അതിന്റെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ 10ാം ക്ലാസ്സിലെ എക്സാമിന് ഉണ്ടായിട്ടുണ്ട്. ഫിസിക്സിന്റെ എക്സാമിന് ഞാനാണെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റിയില്ല. കുറെ അതായത് നമുക്ക് എത്രയാ 10 മാർക്കിന്റെ എനിക്ക് എഴുതാൻ പറ്റും. അപ്പൊ അതിന്റെ ടെൻഷൻ ആയിരുന്നു എനിക്ക്. കാരണം നമ്മൾ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ നമുക്ക് ബാക്കി എക്സാമിനെയും കൂടെ അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ കുട്ടികൾ നോക്കാതിരിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ അതൊന്നും നല്ലൊരു കാര്യമല്ല. ഇനിയിപ്പോ നമുക്ക് കൊടുക്കാനുള്ള കുറച്ച് മോട്ടിവേഷൻ എന്ന രീതിയിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളുണ്ട് ഈ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. മരിയുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് ആ ഒരു ടിപ്സ്? ഇപ്പം നമ്മളിപ്പം ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പഠിക്കാൻ നമുക്ക് ഒരുപാട് ടിപ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ യൂട്യൂബിൽ നോക്കിയാലും ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അങ്ങനെ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിനനുസരിച്ച് ടൈം ഒക്കെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യും. അപ്പം നമുക്കിപ്പോ പല കുട്ടികൾക്ക് ചില സബ്ജക്ട് പാടായിരിക്കും, അതുപോലെ ചിലർക്ക് ചിലത് എളുപ്പമായിരിക്കും. അപ്പൊ നമ്മളിപ്പം നമ്മുടെ സിഗ്നൽസ് ഇല്ലേ, ഇപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ട്രാഫിക് സിഗ്നൽസിനനുസരിച്ച് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ആക്കണം. അതായത് ഇപ്പം റെഡ് സിഗ്നൽ കൊടുക്കേണ്ടത് നമ്മൾ ഏറ്റവും ടഫ് ആയിട്ട് നമുക്ക് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റിന് നമ്മൾ റെഡ് സിഗ്നൽ കൊടുക്കണം. അതുപോലെ നമ്മൾ ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും. അതായത് പഠിച്ചാൽ നമുക്കത് മനസ്സിലാകുമെന്നുള്ള സബ്ജക്ട്സിന് നമുക്ക് യെല്ലോ സിഗ്നൽ കൊടുക്കാം. അതുപോലെ നമുക്ക് പഠിക്കാൻ കുഴപ്പമില്ല എളുപ്പമാണെന്നുള്ളതിന് ഗ്രീൻ സിഗ്നൽ കൊടുക്കാം. അപ്പൊ ഈ 3 കാറ്റഗറിയിൽ നമ്മൾ സബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ അത് കൂടുതൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ റെഡ് സിഗ്നലിന് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം അതാണ് നമുക്ക് പഠിക്കാൻ ഏറ്റവും പാടുള്ള സബ്ജക്റ്റുകളല്ല അതിനകത്താണല്ലോ. അപ്പൊ അത് നമ്മൾ കൂടുതലും എഫേർട്ട് എടുത്തിട്ട് പഠിക്കണം. പക്ഷെ എന്നും പറഞ്ഞ സെയിം ടൈം നമ്മള് ഒരു ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏറ്റവും ആദ്യം പഠിക്കുകയും ചെയ്യരുത്. കാരണം അതിന് കൂടുതൽ ടൈം വേണമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അത്രയും സമയം എടുത്ത് പഠിച്ചതിന് ശേഷം ടൈം എടുത്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റത്തേക്ക് കടക്കുക. അതിന് കാരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റിലെ തന്നെ ഒരു മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് സിമ്പിൾ എന്ന് പറയുന്ന കാര്യം പോലും നമുക്ക് നോക്കാൻ പറ്റാതെ ആയിപ്പോ. അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നോക്കിയതിന് ശേഷം ഏറ്റവും ടഫായിട്ട് അത്യാവശ്യം സമയം എടുത്ത് അങ്ങനെ പ്രിപ്പയർഡ് ആക്കി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും നമുക്ക് കാര്യങ്ങൾ. നമുക്കിപ്പോ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ ആദ്യം ഗ്രീൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ ആദ്യം പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ ഒരു കൂളായിട്ട് ഫ്രീ ആയിട്ടിരിക്കും. ഇത് നമുക്ക് പഠിക്കാൻ പറ്റൂലോ, ആ ഒരു മൈൻഡ് നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് എളുപ്പമുള്ള സബ്ജക്ട് പഠിച്ചു വരികയാണെങ്കിൽ നമുക്ക് പിന്നീട് പതിയെ ടഫായിട്ടുള്ള സബ്ജക്റ്റിലോട്ട് പോകുമ്പോൾ അത്ര ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ സ്റ്റഡി ചെയ്യണം. ഇപ്പൊ വീട്ടുകാരൊക്കെ നമ്മളെ കളിയാക്കായിരിക്കും, നീ എപ്പോഴും നിനക്ക് ഈസി ആയിട്ടുള്ള ആണല്ലോ പഠിക്കുന്നേ. ശരിക്കും അതൊരു തരത്തിൽ നമ്മളെ തന്നെ നമുക്കൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നോടി മാത്രമാണത്. അത് വീട്ടുകാരും കൂടി ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കുട്ടി അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സെയിം ക്ലാസ്സിലുള്ള ഒരു കുട്ടി ഇരുന്ന് പഠിക്കാന്ന് പറഞ്ഞിട്ട് നീയും ഇരുന്ന് പഠിക്കുക, അവ ഇരുന്ന് പഠിക്കുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഉള്ള കമ്പാരിസൺ ഒന്നും ആവശ്യമില്ല. കാരണം ആ കുട്ടിക്ക് ഇപ്പൊ ഇരുന്ന് പഠിക്കുന്നതായിരിക്കും കംഫർട്ട്, അതുകൊണ്ടാണ് അവ ഇരുന്ന് പഠിക്കുക. നമ്മുടെ കുട്ടിക്ക് എപ്പോഴാണോ കംഫർട്ട്, അവൻ എപ്പോഴാണോ പഠിക്കണമെന്ന് ആഗ്രഹം വരുന്നത് അപ്പൊ പഠിക്കട്ടെ. അതാണിക്കും ഏറ്റവും, കാരണം നമുക്കിപ്പോ ഓരോ കുട്ടികൾക്ക് ഓരോ രീതികളാണ്. അപ്പൊ നമ്മൾ പേരൻസും അധ്യാപകരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതൊരു കുട്ടിയുടെ ആണെങ്കിലും ഇപ്പം അധ്യാപകർക്ക് ഇപ്പം ഒരു ക്ലാസ്സിലെ എല്ലാവരും, അതായത് അത്യാവശ്യം പഠിക്കുന്ന പിള്ളേരും പഠിക്കാൻ പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരെ ആരൊക്കെയാണെന്ന് അറിയാം. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുക. അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ സ്റ്റൈലുകൾ ഉണ്ടായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സ്റ്റൈൽ അനുസരിച്ച് അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാന്ന് മാത്രമാണ് നമുക്ക് ഈ പരീക്ഷാ കാലഘട്ടത്തിൽ കുട്ടികളെ ഫ്രീ ആയിട്ടും അവർക്ക് നല്ല രീതിയിൽ വിജയിക്കാനും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ അവരെ കൂടുതലും പ്രഷറും ടെൻഷനും കൊടുത്തിട്ട് ഇതാക്കാതെ
അവരെ നല്ല രീതിയിൽ ഫിസിക്കലി മെന്റലി എല്ലാം നല്ല രീതിയിൽ അവരെ കൂളാക്കി നിർത്തിയിട്ട് നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് അവരെ നമ്മൾ സപ്പോർട്ട് പ്രാപ്തരാക്കാൻ ചെയ്യണം. പറ്റും. ഇനിയിപ്പോ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ 10 കഴിഞ്ഞിട്ട് വന്നവരാണ്. അപ്പോ ആ 10ന്റെ സമയത്ത് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്. +1 +2 ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അയ്യോ ഇതൊക്കെ ഇത്ര സിമ്പിൾ ആയിരുന്നോ എന്ന് തോന്നിയിട്ടുള്ളതും ഈ 10ാം ക്ലാസ് ആണ്. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് 10ാം ക്ലാസ് എന്ന് പറയുന്നത്. ആ എക്സാം എന്നൊക്കെ പറയുന്നത് എന്ത് സിമ്പിൾ ആയിരുന്നു അല്ലേ മരിയ? സത്യം. നമ്മള് ആ സമയത്ത് നമ്മൾ ഓർക്കുവേ ഇത് എങ്ങനെയും ഒന്ന് കഴിഞ്ഞു പോയാൽ മതി, ഒരു ജോലി കിട്ടിയാൽ മതി എന്നൊക്കെ നമ്മൾ ഓർക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലോട്ട് പോകാനായിട്ടായിരിക്കും. ശരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ഒരു കുറച്ചു നേരം ഒന്ന് ഞാൻ കൂടുതൽ പറയുന്നത് സജഷൻ പോലെ തരുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിരുന്ന് പഠിച്ചാൽ നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യം സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ടഫ് ആയിട്ടുള്ള തോന്നുന്ന കാര്യങ്ങൾ അതുപോലെ ഷെയർ ചെയ്തിരുന്ന് പഠിച്ചാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. നമുക്ക് ഇലാബറേറ്റ് ചെയ്യാനായാലും ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൂടുതലും ഇപ്പൊ ബോയ്സ് ആണെങ്കിൽ ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, അങ്ങനെ ഒരുപാട് കളികൾ അവർ കളിക്കാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇപ്പൊ വീട്ടുകാരാണെങ്കിലും എന്ത് ലേറ്റ് ആയിട്ട് വരുന്നു, പഠിക്കാനുള്ള സമയത്ത് പഠിക്കുന്നില്ല. ഇപ്പൊ സ്റ്റഡി ലീവ് എന്ന് പറയുമ്പോൾ തന്നെ വീട്ടുകാരുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ഫുൾ ടൈം ഇരുന്ന് പഠിക്കാന്നുള്ളൊരു മൈൻഡാണ്. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ കുട്ടികളെ അവരുടേതായ രീതിക്ക് വിടണം. ഇപ്പൊ കളിക്കാനാണെങ്കിലും അവര് എൻജോയ് ചെയ്തിട്ട് കുറച്ച് സമയം ഇപ്പൊ പഠിക്കാനായിട്ടൊരു ഫുൾ ടൈം കളിയെന്നല്ല, പഠിക്കാനൊരു സമയം, കളിക്കാനൊരു സമയം, അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് പഠിക്കാം. ഇപ്പം നമ്മൾ കളിക്കുക, നമ്മൾ എൻജോയ് ചെയ്ത് നടന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഫ്രീ മൈൻഡ് പഠിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ കളിച്ചില്ല, അപ്പൊ പഠിക്കാനും ആ ഒരു താല്പര്യം നമുക്ക് കുട്ടികളിൽ വരും. അപ്പൊ അതുപോലെ കളി, അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥന, ധ്യാനം, അതൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പരീക്ഷയുടെ കാലഘട്ടത്തിൽ. കാരണം അത് നമ്മൾ മെന്റലി നമ്മൾ കൂടുതൽ കൂളായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരുപാട് പ്രതീക്ഷ പേരൻസും അധ്യാപകരും ഒന്നും വെക്കാതിരിക്കും. ഇപ്പൊ ഓരോ ക്ലാസ്സിലും കാണുമല്ലോ ടോപ്പ് ആയിട്ടുള്ള കുട്ടികളും. അപ്പൊ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അവരോട് ഇത് പഠിക്കണം, അത് പഠിക്കണം അങ്ങനെ പറയാതെ ഒരുപാട് പ്രതീക്ഷ അവരിൽ കൊടുക്കരുത്. അപ്പം പിന്നെ അവരിൽ ആ പ്രതീക്ഷ അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ്. കാരണം നീയാണ് ഫുൾ A+ മേടിക്കേണ്ടത്, നിന്നെ കൊണ്ട് അത് പറ്റൂ, സ്കൂളിന്റെ അഭിമാനമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രഷർ തോന്നിപ്പിക്കത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല, നമ്മളെ ഫ്രീ ആക്കി വിട്ടാ ആൾക്ക് തിളങ്ങാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ടെൻഷൻ വരും, ഈ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് ജയിക്കാൻ പറ്റുമോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ മെന്റലി അത് ഒരുപാട് എഫക്ട് ചെയ്യും. ഇപ്പൊ മെന്റലി നമ്മൾ ഡൗൺ ആയാൽ നമുക്ക് ഒന്നും പഠിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ തലയിലും കയറില്ല, നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അവരെ കൂളാക്കി വിടുക, അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പേരൻസിനും അധ്യാപകർക്കും. പിന്നെ അവർക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, ഫുൾ സപ്പോർട്ട് കൊടുക്കുക. പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രഷർ ചെയ്യിപ്പിക്കുക മാത്രമല്ല, അവരെ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, അതായത് നമ്മൾ സ്കൂളിലെ അന്തരീക്ഷവും അതുപോലെ വീട്ടിലെ അന്തരീക്ഷവും നമ്മൾ കൂളാക്കി വെക്കണം. ഇപ്പൊ വീട്ടിൽ വഴക്ക് കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പം TV ഒക്കെ വെക്കുമ്പോൾ സൗണ്ട് കേൾക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ ഒരു സൗകര്യം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കണം. അതൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ പേരൻസും അധ്യാപകർക്കുമാണ് കൂടുതലും കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അവസരം ഉള്ളത്. അപ്പൊ അവര് കുട്ടികളുടെ കംഫർട്ട് സോൺ അനുസരിച്ച് നിന്നിട്ട് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നല്ലൊരു രീതിയിൽ അവർക്ക് വിജയിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇനിയിപ്പോ നമ്മളിപ്പോ പറയുമ്പോ തന്നെ ഈ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു ടഫ് സബ്ജക്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര പാടാന്ന് വിചാരിച്ചോ ആ ഒരു സബ്ജക്ട്, അപ്പോഴത്തേക്കും ഈ പരീക്ഷയുടെ സമയമാകുമ്പോൾ അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് പിന്നെ ഫുൾ പ്രഷർ ആയിരിക്കും. ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഫുൾ ടൈം കൊടുത്ത് അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ആ കുട്ടിക്കും അതൊരു ഓവർ ആയിട്ടുള്ള പ്രഷർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ വളരെ ഓവർ ആക്കാതെ, എങ്കിൽ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിപ്പിച്ചു കൊടുക്കുക, വളരെ ഓവർ ആക്കരുത്. കാരണം നീ അത് പഠിച്ചിട്ടേ ഇന്ന് പോവാവൂ, അല്ലെങ്കിൽ നീ അത് ഫുള്ള് ചെയ്തിട്ടേ വരാവൂ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ആയിപ്പോ, പിന്നെ ഒന്നും ഇല്ലാത്ത അവസ്ഥയായിപ്പോ. അപ്പം സ്പെഷ്യൽ ക്ലാസ് ആയാലും ഒക്കെ ചെയ്യുമ്പോഴായാലും എല്ലാത്തിനും എല്ലാ സബ്ജക്റ്റും തൊട്ട് പോവുക, ഒരെണ്ണത്തിന് മാത്രമായിട്ട് അധികമായിട്ട് കൊടുക്കാതിരിക്കുക. ഇപ്പൊ ചിലർക്ക് ചില സബ്ജക്ട് പാടായിരിക്കും. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ അതിന് കൂടുതൽ ഇപ്പൊ നമ്മള് ആ കുട്ടിക്ക് തന്നെ എങ്ങനെ അത് പഠിക്കാൻ പറ്റുമെന്ന് ആദ്യം കണ്ടെത്തുക, അതായിരിക്കും ആദ്യം ചെയ്യാനുള്ള മെത്തേഡ് അനുസരിച്ചിട്ട് പഠിപ്പിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം അവർക്കേ അറിയത്തുള്ളൂ. കാരണം നമ്മൾ ഈ പ്രഷർ ചെയ്ത് ഫോഴ്സ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അവര് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അവർ തന്നെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ തന്നെ ഇപ്പൊ ട്യൂഷൻ ആണെങ്കിലും പേരൻസ് ആണെങ്കിലും അതുപോലെ അധ്യാപകരെല്ലാവരും അവരെങ്ങനെ അത് പഠിക്കാൻ കംഫർട്ടബിൾ ആയിരിക്കും, ആ ഒരു രീതിക്ക്
ആ രീതി കണ്ടുപിടിക്കുക, എന്നിട്ട് അവർക്ക് അത് പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് പഠിപ്പിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ SSLC അല്ലെങ്കിൽ +2 കാലഘട്ടം എന്നൊക്കെ പറയുന്ന എക്സാം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു വലിയൊരു കാര്യമാണ്, ഇതാണ് വളരെ നിർണായകമായിട്ടുള്ളത് എന്നൊക്കെ നമ്മളോട് പലരും പലതരത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പൊ ഇതിപ്പോ നിങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും. പക്ഷെ ശരിക്കും അങ്ങനെയൊന്നും അല്ല. ഇത് നമുക്കൊരു 10 എന്ന് പറയുന്നത് +1 +2 വേണ്ടിയിട്ടുള്ള ഒരു തുടക്കത്തിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇത് ആവശ്യമായിട്ട് വരുന്നത് തന്നെ അതിന്റെ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ആ ഒരു പ്രോസസ്സിന് മാത്രമാണ് ആവശ്യപ്പെടുക. അപ്പോൾ പിന്നീട് ഒരു ബേസിക് സാധനം എന്ന രീതിയിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ എടുത്തു വെച്ചിരിക്കും. അല്ലാതെ അത് കൂടുതലായിട്ട് അത്ര ഇമ്പോർട്ടന്റ് ആക്കി ഇത് കിട്ടിയാലേ പറ്റൂ എന്നൊരു രീതിയിലേക്ക് ആ ഒരു പ്രഷർ അവർക്ക് കൊടുക്കരുത്. കാരണം കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പേരൻസും അധ്യാപകരും എല്ലാം ഇങ്ങനെ പറയുന്നത്, നിർണായകമാണ്, ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ പറയുക, അല്ലാതെ അവർക്ക് ഓവർ പ്രഷർ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ, ഇത്രയും മാർക്ക് മേടിച്ചേ പറ്റൂ, ഫുൾ A+ വേണം, അങ്ങനെ ഒരിക്കലും പ്രഷർ കൊടുക്കാതിരിക്കുക. ചില സമയങ്ങളിലൊക്കെ ഈ A+ എന്നൊക്കെ പറയുന്നത് ആ ഒരു ബോർഡില് ഫ്ലെക്സ് ഒക്കെ അടിക്കുമല്ലോ, അത് കഴിഞ്ഞു അടുത്ത വർഷം അടുത്ത ആൾക്കാർ ഈ ഫ്ലെക്സിൽ വരും, അങ്ങനെ അങ്ങ് പോവും. അപ്പൊ ഇതൊന്നും നമ്മുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്യൂച്ചർ ലൈഫിൽ അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ആവുന്ന കാര്യമല്ല. ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇപ്പൊ 9A+ ഒരേ കിട്ടിയിട്ടൊക്കെ, അങ്ങനെ പല സംഭവങ്ങളും ഫുൾ മാർക്ക് കിട്ടാതെ A+ കിട്ടാതെ ഒക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറയുന്നത് അതിന്റെയൊക്കെ പിന്നിൽ എന്ന് പറയുന്നത് ഈ പ്രഷറാണ്. കാരണം ഇപ്പൊ ഇത്രയും ഫുൾ A+ വേണം, എനിക്ക് നാണക്കേടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ പ്രഷർ ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കിനും അവർക്ക് തന്നെ അവരിൽ തന്നെ അവരുടെ കോൺഫിഡൻസ് പോവുകയാണ് ചെയ്യുന്നത് ശരിക്കും. അപ്പൊ ഈ 9A+ ഒരേ കിട്ടി അതൊക്കെ ഏറ്റവും നല്ല മാർക്കാണ്. പക്ഷെ ഒരു A+ കിട്ടാതെ വരുമ്പോഴത്തേക്കിനും ആ കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റാതെ വിഷമിച്ച് ആത്മഹത്യയിലോട്ട് പോകുന്നത് തന്നെ ഈ അവരിൽ കൊടുത്ത പ്രതീക്ഷയും ഓവറായിട്ടുള്ള പ്രഷറും കാരണമാണ്. അപ്പൊ അങ്ങനത്തെ രീതിയിലൊന്നും ഇനി അങ്ങനെയുള്ള ഇങ്ങനത്തെ ആത്മഹത്യകൾ അങ്ങനെയൊന്നും വാർത്തകളൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോ ഒരു +2 വരെയൊക്കെ ഈ 10ാം ക്ലാസ്സിൽ നിനക്ക് എത്ര A+ ഉണ്ട് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് ചോദിക്കാറുള്ളൂ. ഡിഗ്രി കഴിഞ്ഞാലൊന്നും അതിനൊന്നും ഒരു വിലയില്ല, തിരക്കാറ് പോലും ഇല്ല. അതെ, അതുകൊണ്ട് തന്നെ അത്രയ്ക്കുള്ള ഒരു അതേ ഉള്ളൂ എന്ന് ചോദിക്കത്തുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഇമ്പോർട്ടൻസ് അല്ല ഓവർ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആണത്. പക്ഷെ എങ്കിൽ പോലും നമ്മള് ആത്മഹത്യ ചെയ്യുക, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെയൊന്നും ചിന്തിക്കാതെ അത്രയ്ക്ക് ഓവർ ആക്കാതിരുന്നാൽ മാത്രം മതി. ഒരു നമുക്ക് അറിയാവുന്ന കാര്യം എന്താണോ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. കാരണം നമ്മൾ 1 തൊട്ട് 10 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു വരുമ്പോ നമ്മുടെ പഠന നിലവാരം എത്രത്തോളം ഉണ്ട്, നമ്മൾ എന്തൊക്കെ പഠിച്ചു, അത് മനസ്സിലാക്കി ടീച്ചേഴ്സിനും നമ്മുടെ സ്കൂളിനും പേരൻസിനും ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണത്. അത് എല്ലാവരും ചോദിക്കും, നിനക്ക് എത്രയുണ്ട്, ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നത്, ജസ്റ്റ് അങ്ങനെ ചോദിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് വെച്ചിട്ട് നിങ്ങൾ പഠനത്തിൽ പിറകിൽ നിൽക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. കാരണം അപ്പൊ വേറൊരു സ്കിൽ അവർക്ക് കാണും. ചിലർക്ക് എല്ലാവർക്കും പഠിക്കാൻ കഴിവുണ്ടായിരിക്കണമെന്നില്ല, ചിലർക്ക് വേറെ മേഖലയിലായിരിക്കും കഴിവുള്ളത്. അപ്പം അതിനൊക്കെ അനുസരിച്ച് പഠിക്കാൻ കഴിവില്ലെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം മാർക്ക് വാങ്ങി വിജയിക്കാനുള്ള ശ്രമിക്കുക, ട്രൈ ചെയ്യുക. അതൊക്കെയാണ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അധ്യാപകർക്കും പേരൻസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പിന്തുണ എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ കലാലയത്തിൽ നിന്ന് പഠിക്കുന്നത് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യം മാത്രമല്ല, അതെ, നമ്മുടെ സ്വഭാവം തന്നെ രൂപീകരിക്കുന്നത്, അതെ, ഒരു ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാനായാലും കോൺഫിഡൻസ് ഉണ്ടാക്കാനായാലും പല 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 കാര്യങ്ങളും നമ്മൾ ഈ സ്കൂളുകളിൽ നിന്നാണ് പഠിക്കുന്നത്. കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സ്കൂളിലാണ്. അപ്പൊ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഏറ്റവും വലിയൊരു വശം എന്ന് പറയുന്നത് സ്കൂള് തന്നെയാണ്. അപ്പൊ നമ്മൾ അതർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഈ കലോത്സവങ്ങളിലായാലും നമ്മുടെ ഒരു പ്രതിഭ നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെയാണ് ഉണ്ടാവുന്നത്. അതിന്റെ ബേസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാറുമുണ്ട്. ഇപ്പൊ സ്പോർട്സ് കോട്ടയിലായാലും നമുക്ക് +1 +2 കിട്ടാറുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് ഇപ്പൊ നമ്മള് NCCയിലോ സ്കൗട്ട് ആൻഡ് ഗൈഡിലോ അങ്ങനെയൊക്കെ കയറുമ്പോഴും നമുക്ക് ഭാവിയിലേക്കുള്ള ഒരു അസറ്റ് ആണ് അതൊക്കെ. അപ്പം എന്താണ് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള, അതായത് അവിടെ നിന്നൊക്കെ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള സാധനം കിട്ടും. എക്സാമിന് എഴുതി ഫുൾ A+ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു നല്ലൊരു സ്റ്റുഡന്റ് ആവുന്നില്ല, അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഈ സിസ്റ്റം തന്നെ ഒരിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഈ പരീക്ഷ എഴുതുന്ന സിസ്റ്റം തന്നെ അത്ര നല്ലതല്ലെന്നുള്ളത്. കാരണം ഒരു കുട്ടി പഠിച്ച് പരീക്ഷയിലൂടെ അല്ല ഒരാളുടെ കഴിവ്, എഴുത്തിലൂടെ അല്ല നമ്മൾ ഒരാളുടെ കഴിവ് മനസ്സിലാക്കുന്നത്, സ്കില്ലിലൂടെയാണ്. നമുക്കല്ലാത്ത പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ എഴുതി കാണാതെ പഠിച്ച് എഴുതുന്ന മാത്രമല്ല അത് മാത്രമല്ല നമുക്ക് വിജയത്തിലോട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുന്നത്. അപ്പം അതെല്ലാം കുട്ടികൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ഫ്യൂച്ചർ ലൈഫിലോട്ടൊക്കെ പോകുമ്പോൾ പല ബാക്ക് ബെഞ്ചേഴ്സും ആണ് ഇപ്പൊ മുന്നിൽ വന്നിട്ടുള്ളത്. അവരൊക്കെ ആയിരിക്കും ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയിട്ട് ഉണ്ടാവുക, നല്ല നല്ല ഉദ്യോഗസ്ഥരായിട്ട് ഉണ്ടാവുക.
അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പഠിക്കുന്നവരൊന്നും ആയില്ല എന്നല്ല, ബാക്ക് ബെഞ്ചേഴ്സിനും അതുപോലെ തന്നെ സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മള് സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ബാക്ക് ബെഞ്ചസ് പഠിക്കാത്ത കുട്ടികളെ കളിയാക്കുക, അധ്യാപകരടക്കം അവരെ അവോയ്ഡ് ചെയ്യുന്ന സാഹചര്യം, അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ എല്ലാവരും ഇപ്പൊ അധ്യാപകരാണ് കുട്ടികളെ പഠിക്കാത്തവരെന്നോ പഠിക്കുന്നവരെന്നോ ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ കാണേണ്ട അധ്യാപകരാണ്. അപ്പം ആ ഒരു രീതിക്ക് ഇപ്പോഴത്തെ നമുക്കറിയാം ഇന്നത്തെ സമൂഹം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇപ്പൊ എല്ലാം അതിന്ന് മാറിയിട്ടുണ്ടല്ലേ. പണ്ടൊക്കെ ഒരു പരിധി വരെ ഇപ്പൊ മാറിയിട്ടുണ്ടെന്ന് പറയാം. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ അവോയ്ഡ്നെസ് ഒരുപാട് ഇങ്ങനെ പഠിക്കാത്തവര് പഠിക്കുന്നവര് അങ്ങനെ കാറ്റഗറി തിരിച്ചൊക്കെ ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്. ചില ടീച്ചേഴ്സിന് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റുഡന്റ് മാത്രം വളരെ പേഴ്സണൽ ആയിട്ട് ഇഷ്ടമുള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ടാവുക, അതെ അതെ, അവരെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുക, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ അതെ. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ തന്നെ ചാൻസ് കൊടുക്കാറുണ്ട്. നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണേലും കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലായിരിക്കും ഇപ്പൊ. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പേരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും ശ്രദ്ധിക്കുക. അവരെ കൂടുതൽ ടെൻഷനും പ്രഷറും ഒന്നും കൊടുക്കാതെ തന്നെ കൂളായിട്ട് തന്നെ അവരെ പഠിപ്പിക്കാനായിട്ട് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസും അതുപോലെ തന്നെ എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഔട്ട്പുട്ട്, അത് ഒരു പ്രഷറായിട്ട് കാണാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാത്രം എക്സാമിനെ കാണുക. അത് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ വെറുതെ എഴുതി കുളമാക്കണ്ട. ഓവറായിട്ട് പ്രഷർ എടുത്തിട്ട് എനിക്ക് മാർക്ക് വേണം, എനിക്ക് അവനേക്കാളും മാർക്ക് വേണം, ഇവിടെക്കാളും അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമുക്ക് എന്താണോ കഴിയാൻ പറ്റുന്നത്, നമുക്ക് എന്ത് കഴിയും അത് മാത്രം ചെയ്യുക. അപ്പൊ പഠിക്കാനായിട്ട് ഇപ്പം നമ്മൾ ഇത്രയും നമ്മൾ കളിക്കണം അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഫുൾ ടൈം കളിക്കുക പഠിക്കാതിരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതിൽ മടുപ്പ് ഉണ്ടാകാതിരിക്കാനാണ് ഈ കളിയും മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനായിട്ട് പറയുന്നത്. നമ്മള് പഠിക്കാൻ വേണ്ടിട്ട് മാറ്റി വെക്കുന്ന ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ എത്ര മിനിറ്റോ ആയിക്കോട്ടെ, ആ ഒരു മിനിറ്റ് നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേഷൻ കൊടുക്കുക. എത്ര മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നു എന്നതിലല്ല, ആ സ്പെൻഡ് ചെയ്ത ടൈം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നതിലാണ് കാര്യം. ഒരു പോയിന്റെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റണം. അത് പിന്നീട് ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക. അതെ, കൂടുതലും ഇപ്പം എല്ലാവർക്കും പല രീതിയിലായിരിക്കും. കമ്പയർ സ്റ്റഡി നടത്തുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കുക. അപ്പം എങ്ങനെയാണെങ്കിലും നല്ല മാർക്കോടെ പാസ്സാകുക, അതാണ് പറയാനുള്ളത്. ഇപ്പം ഓവർ ടെൻഷനോ പ്രഷറോ ഒന്നും ഇല്ലാതെ ഇപ്പൊ വീട്ടുകാരാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എക്സാം എഴുതാൻ പോകുന്ന +1 +2 SSLC എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ. അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും ഈ ഒരു സപ്പോർട്ട് എല്ലാം കൊടുക്കാൻ കഴിയട്ടെ. അതെ.